വലിക്കത്. സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളെ, സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ സമ്പന്നമാക്കിയിരിക്കുന്ന സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ എന്റെ സഹോദരന്മാരെ, കുടുംബാംഗങ്ങളെ, ഷാലോം അന്തേവാസികളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന ആലപ്പുഴയുടെ സ്വന്തം സൈനിക കൂട്ടായ്മയുടെ 6ാം വാർഷിക ആഘോഷ പരിപാടിയിലേക്കാണ്. ഈ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന ചാരിറ്റബിൾ സൊസൈറ്റി വെറും ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അല്ല. സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്ന നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, NGOs പോലെയോ അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റി പോലെയല്ല. ഇത് ആലപ്പുഴ ജില്ലയുടെ ഓരോ മുക്കിനും മൂലയിലുമുള്ള സൈനികരുടെ ഒരു വിഭാഗം കൂടിയാണ് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന് പറയുമ്പോൾ. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നരമ്പുകളിൽ എന്ന് പറയുന്ന പോലെ ഇവിടെ ഇരിക്കുന്ന ഈ നീലപ്പടയ്ക്ക് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന് പറയുമ്പോൾ അവരുടെ രക്തം തിളയ്ക്കും. അവരുടെ മനസ്സിൽ കുടിയിരുത്തിയിരിക്കുന്ന ഒരു സംഘടനയാണ്. അങ്ങനെയുള്ള ഈ സംഘടനയുടെ 6ാം വാർഷിക ആഘോഷ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ സംഘടന 2018 ഒരു പ്രളയകാലത്ത് ആലപ്പുഴയുടെ മണ്ണിൽ പൊട്ടിമുളച്ചതാണ്. അതിനുശേഷം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക, ഈ കാര്യങ്ങളിലൊക്കെ സർക്കാർ ഏജൻസികളോടൊപ്പം നിന്ന് വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് മല്ലൂർ സോൾജിയേഴ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മ, സൈനികരുടെ കൂട്ടായ്മ ചെയ്യുന്നത്. അതിനുശേഷം പ്രളയജലം ഒഴുകി മാറിയതിനു ശേഷം പ്രളയ ദുരിതം അനുഭവിച്ചവരെല്ലാം റിഹാബിലിറ്റേഷൻ, അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അവരുടെ വീടുകൾ ക്ലീൻ ചെയ്യുന്നതിനും അവർക്ക് രണ്ടാമത് വീടുകൾ വാസയോഗ്യമാകുന്നതിനും ഈ മല്ലൂർ സോൾജിയേഴ്സ് എന്ന സൈനിക കൂട്ടായ്മ നിരന്തരം അധ്വാനിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഈ മല്ലൂർ സോൾജിയേഴ്സ് യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മ ഒരു കടലാസിൽ പോലുമില്ല. ചില റെക്കോർഡുകൾ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപം നിർമ്മിക്കുന്നതിന് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന് പരിപാടിയുണ്ട്. പക്ഷേ സ്ഥലം പഞ്ചായത്ത് വിട്ടു നൽകണം. ചെട്ടികുളങ്ങര, അവിടെയും ചെട്ടികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ നേരിൽ കാണുകയും സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം PWDയുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് സ്ഥലം നൽകിയത്. ബഹുമാനപ്പെട്ട മാവേലിക്കര MLA യുടെ അഭ്യർത്ഥനയാണ്, ചുനക്കരയിലെയും ഭരണിക്കാവ് വടക്ക് വാർഡിലെയും ഞങ്ങൾക്ക് ഒരു സ്ഥലം അനുവദിക്കുമെങ്കിൽ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് അത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈനികൻ അവന്റെ നിർദ്ദിഷ്ട കാലാവധി പൂർത്തിയാക്കി അവന്റെ സൈന്യത്തിലെ അവന്റെ സർവീസ് അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ അവനെ സാമൂഹ്യ ജീവിതത്തിലേക്ക്, അവന്റെ വീടിന്റെ കുളിർമയിലേക്ക്, അവന്റെ കുടുംബത്തിന്റെ നന്മയിലേക്ക്, അവന്റെ ഗ്രാമത്തിന്റെ ഭംഗിയിലേക്ക് കൈപിടിച്ച് സ്വീകരിച്ച് ആനയിക്കാൻ എന്നും സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് മുമ്പിലുണ്ടായിരിക്കും. സ്ഫോടനാത്മകമായ പ്രസംഗം നടത്തിയ പ്രിയങ്കരനായ മനോജിനും സ്വാഗതം ആശംസിച്ച ട്രഷറർ ശ്രീ അനിൽകുമാർ ചെറുതന, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഷീബ സതീഷ്, ചുനക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR അനിൽകുമാർ, വാർഡ് മെമ്പർ ശ്രീ സജി പുത്തൻമുള, ശാലോം ഭവന്റെ ഡയറക്ടർ ഫാദർ സോനു ജോർജ്, ട്രഷറർ ശ്രീ ദയാനന്ദൻ നടുവട്ടം, നമ്മുടെ പ്രിയങ്കരനായ ഫാദർ സഞ്ജേഷൻ, ഈസ്റ്റ് വെനീസ് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നിരവധിയായ ലീഡർഷിപ്പ് ഇവിടെയുണ്ട്. പേരിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, ശാലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവിടെ ജീവിക്കുന്നവർ, മാധ്യമപ്രവർത്തകർ, പ്രിയമുള്ളവരെ, സോൾജിയേഴ്സ് സമുദ്രം പോലെ പടർന്നു നിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് 6 വർഷം കൊണ്ട് ഈ സംഘടനയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിരവധിയായ
പ്രവർത്തനങ്ങളുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈസ്റ്റ് വെനീസിൽ നിരവധിയായ നാടുകളെ കുറിച്ച് നമ്മൾ പറയും. ആലപ്പുഴ ഈസ്റ്റ് വെനീസ് ആണല്ലേ. ആലപ്പുഴ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കിഴക്കിന്റെ വെനീസ് എന്നാണ് അറിയപ്പെടുന്നത്. നല്ലൊരു പേരാണ്, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കിട്ടുന്നൊരു പേര്. ആ നല്ല പേര്, നല്ല പ്രവർത്തനങ്ങൾ, നിരവധിയായ മനുഷ്യരെ, മനുഷ്യരല്ല, പ്രസിഡന്റ് ശ്രീ മനോജ് കരിമുളക്കൽ സാറിന് സംഘടനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി സ്വാഗതം, നല്ല രീതിയിൽ ഒരു സ്വാഗത പ്രസംഗം അർപ്പിച്ച അനിൽകുമാർ ചെറുതന സാറിന് സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നമുക്ക് ആശംസാ പ്രസംഗം അർപ്പിച്ച ശ്രീമതി ഷീബ സതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടറെ, ശ്രീമതി അവരുകൾക്കും ശാലം സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് 2018 സ്ഥാപിതമായി ഇതുവരെ ഏകദേശം 6 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 2018 ഇത് സ്ഥാപിച്ചപ്പോൾ ഇങ്ങനെ വലിയൊരു സംഘടനയിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്നൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏകദേശം 6 വർഷം കൊണ്ട് 1000-ൽ പരം മെമ്പേഴ്സും 1000-ൽ പരം ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്താണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 6ാം വർഷത്തിൽ ദേശം ചുറ്റിക്കരക്കാരും വനത്തന്മാരും കെട്ടിയല്ലോ. ദേശം ചുറ്റിക്കരക്കാരും വനത്തന്മാരും കെട്ടിയല്ലോ. ദേശം ചുറ്റിക്കരക്കാരും പിണ്ടി കൊട്ടിച്ചു വന്നേ, പിണ്ടിയും കൊട്ടിയല്ലോ, കത്തിരി കത്തുന്നല്ലോ. But
ഉറക്കിത്താവില്ല കരേര